ഇമ്മീഡിയറ്റ്ലി ആള് പറയണത് അയാൾ എൻ്റെ ബൂബ്സിനെ പറ്റി ഉള്ള കമന്റ് ആണ് പറഞ്ഞത്. അത് എനിക്ക് പറയാൻ നാണക്കേടൊന്നുമില്ല. ആര്യയുടെ മോല സൂപ്പറാണ്. അവിടെയാണോ അഡ്രസ് ഇരിക്കുന്നത്? അല്ല, അഡ്രസ് ആയിരുന്നു വേണ്ടത്. അതിപ്പോ കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ? എന്തായിരുന്നു മാനസികാവസ്ഥ? എനിക്ക് വെടി വെച്ച് കൊല്ലണം എന്നുണ്ടായത് രണ്ടുപേരെ. സോറി. അത് തന്നെയായിരുന്നു എൻ്റെ ഇന്നും അതാണ് എൻ്റെ മാനസികാവസ്ഥ. I didn't want to break down. No, it's fine. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള ഫീലിംഗ് പറയാം. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ I'll be the happiest person in the world. എനിക്ക് എന്താ അതിനകത്ത് അഭിപ്രായം പറയേണ്ടതെന്ന് അറിയാം. സോറി. ആര്യയാണ് നമുക്കിപ്പോൾ. ഹായ്. ഹലോ. ബെഡായി ആര്യ എന്നാണ് ഞാൻ പറയേണ്ടിയിരുന്നത്, പക്ഷേ ആര്യ എന്ന് പറഞ്ഞു എന്ന് മാത്രം. എല്ലാവർക്കും അറിയുന്നത്. എനിക്ക് സന്തോഷം. അതെ, ഒരുപാട് പേരുകളുണ്ടല്ലോ. ഈ അടുത്ത് എന്താടാ സജിയിൽ ഓട്ടോറിക്ഷക്കാരിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ കോമഡിയൊക്കെ ഒരുപാട് ചെയ്തതിന് ശേഷം അത്തരത്തിലുള്ളൊരു വേഷം കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായി അല്ലേ? ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ കോമഡി ജോണറിൽ വരുന്നതുകൊണ്ട് എനിക്ക് കൂടുതലും വരുന്ന ക്യാരക്ടേഴ്സ് കോമിക് റോൾസ് ആണ് സിനിമകളിൽ. ആദ്യമേ വിളിക്കുമ്പോഴേ പറയും കോമഡിയാണ്, ക്യാരക്ടർ ഒരു കോമഡി ടച്ചാണ് എന്ന് പറഞ്ഞിട്ടാണ് പലരും എന്നോട് കഥ പറയുന്നതും ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ തരുന്നതും. അതിന്നൊക്കെ ഡിഫറൻസ് ആയിട്ട് കോമഡിയേ അല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക, 1 ലൈൻ കേൾപ്പിച്ച കഥയാണ് എന്താണ് ഗോഡ്ഫിക്ക്. എങ്ങനെയാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസം കിട്ടിയത്? എനിക്കറിയില്ല. ഞാനത് ചോദിച്ചു, അത് എവിടെ നിന്ന് ഇതൊക്കെ. അല്ല, അത് ആര്യ പറ്റും, ആര്യക്കത് എന്തായാലും പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അത് ആര്യ തന്നെ ചെയ്താൽ മതി എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ചെയ്ത ക്യാരക്ടറാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ അത്. കാരണം ബേസിക്കലി ആ സിനിമ മുഴുവനും ചെറിയൊരു കോമഡി വരുന്ന പടമാണ്. അതുകൊണ്ട് അതിലൊരു കോമിക് ഒരു ബേസ് പോകുന്നുണ്ട് അതില്. പക്ഷെ എന്റെ ക്യാരക്ടർ ഒട്ടും കോമഡി അല്ല, ഭയങ്കര സീരിയസ് ആണ് അതിനകത്ത്. അപ്പൊ എനിക്ക് ഇഷ്ടമായി ആ ക്യാരക്ടർ. മറ്റു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഞരമ്പന്റെ കേസിന്റെ അവസ്ഥ എന്തായി? ഒന്നുമില്ല, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. കേസൊക്കെ നമ്മൾ ഫയൽ ചെയ്തു. അതിപ്പം നമ്മൾ ചെയ്യുന്നതൊരു അങ്ങനെ ചെയ്യണമല്ലോ, അതാണല്ലോ. അപ്പം നമ്മൾ FIR ഒക്കെ രജിസ്റ്റർ ചെയ്തു. പക്ഷെ അതിനുശേഷം പിന്നെ നമുക്ക് ഒരു അപ്ഡേറ്റ്സും കിട്ടിയിട്ടില്ല. അന്ന് അവിടെ ആ FIR ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് സാറ് പറഞ്ഞത് ഇതൊരു ഇന്റർനെറ്റ് കോളാണ്, നെറ്റ് കണക്ട് ചെയ്താണ് വിളിച്ചിരിക്കുന്നത്, പ്രോപ്പർ മൊബൈൽ നമ്പർ അല്ല ഇത് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതിനുശേഷം അപ്പൊ അന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഓക്കെ ഇതൊന്നും തീരുമാനമായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ആ വീഡിയോയില് ആര്യ കേസ് കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ആശ്വസിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ നമുക്ക് ഈ നമ്മുടെ വ്യവസ്ഥിതിയോട് ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ. അപ്പൊ ആര്യ പോലെ ഒരാൾ അതിൽ വിശ്വസിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ന്യൂട്രലാണ്. കാരണം ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല എനിക്ക്. ഇതിനു മുമ്പ് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായപ്പോഴും നമ്മുടെ ജുഡീഷ്യറി, ഞാൻ ഇപ്പൊ നമ്മുടെ സ്റ്റേഷനെയോ അല്ലെങ്കിൽ പോലീസിനെയോ ഒന്നും അല്ല കുറ്റം പറയുന്നത്. ഇപ്പൊ ഒരു ഇന്റർനെറ്റ് കോൾ വന്നു എന്നുള്ളത് അതവിടെ കഴിഞ്ഞു. അത് പിന്നെ അതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ്. ഒരു ഇന്റർനെറ്റ് കോൾ ആണല്ലോ, ഇനി എവിടെ നിന്ന് നമ്മൾ തപ്പിപ്പോവും. പിന്നെ പലരും ഇതിനെ ചിന്തിക്കുന്നത് പറഞ്ഞാൽ ഇതിനപ്പുറം കേസുകൾ നടക്കുമ്പോൾ ആരെങ്കിലും ഇതുപോലൊരു, പലർക്കും ഇത് ഭയങ്കര സില്ലിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സില്ലി കേസിന്റെ പുറകെ ആരെങ്കിലും പോകുമോ എന്നുള്ളതൊക്കെയാണ്. ഇതാണ് അവർക്കുള്ള കോൺഫിഡൻസ്, ഈ വിളിക്കുന്ന ആൾക്കാർക്കുള്ള കോൺഫിഡൻസും ഇത് തന്നെയാണ്. കേസ് അത്ര സില്ലി അല്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ആ സംഭവം ഒന്ന് പറയുമോ ആര്യ? അതായത് എന്റെ കമ്പനി നമ്പറിലേക്കാണ് ഫോൺ വരുന്നത്, പേഴ്സണൽ നമ്പറിലേക്കല്ല. എന്റെ സ്റ്റാഫ്, എന്റെ മാനേജർ കുട്ടിയാണ് അത് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരി എടുത്തപ്പം പറഞ്ഞത് ഇങ്ങനെ ആര്യനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആര്യയുടെ പേഴ്സണൽ കോണ്ടാക്ട് ഇല്ല, ഒരു വർക്കിന് വേണ്ടിയിട്ടാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിലിം അല്ലെങ്കിൽ ഇൻഡസ്ട്രി ബേസ് ചെയ്തുള്ള വർക്കിന് വേണ്ടിയിട്ടാണ്. അപ്പം പുള്ളിക്കാരി കാഷ്വലി ഇങ്ങനത്തെ കോൾസ് ശരിക്കും നമുക്ക് വരാറുണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ ഇനോഗ്രേഷനൊക്കെ വേണ്ടിയിട്ട് പേഴ്സണൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കടയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്ന് വിചാരിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. ആൾ വളരെ നല്ലതായിട്ടാണ് സംസാരിച്ചത്. അതാണ് അതിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. ഇപ്പോൾ സാധാരണ ഒരു ഞരമ്പൻ വിളിക്കുമ്പോൾ ഉള്ള ഇങ്ങനത്തെ കോൾസ് ഒക്കെ പല പെണ്ണുങ്ങൾക്കും വരാറുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം എത്ര പേരാണ് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചതെന്നറിയോ, ഇങ്ങനത്തെ എക്സ്പീരിയൻസ്. ഇതേപോലെ ചിലർ പറയുന്നത് അതേ സൗണ്ടാണ് എന്നെ വിളിച്ച ആൾക്കും റെക്കോർഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത ആൾക്കാർ വരെ ഉണ്ട്. അപ്പം എനിക്കറിയില്ല ഇനി ഇത് വലിയൊരു ടീമാണോ, ഇത് ഒരാൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി എല്ലാവരോടും ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ ഒന്നും അറിയില്ല.
അപ്പൊ അങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ ഇയാള് വർക്കിന്, അപ്പം പുള്ളിക്കാരി പറഞ്ഞു പേഴ്സണൽ നമ്പർ പെർമിഷൻ ഇല്ലാണ്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് ഇവിടെ അനുവാദമില്ല. അപ്പൊ എന്താണ് വർക്ക് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ മതി, പക്ഷെ ഒരു മെസ്സേജ് പാസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ പറഞ്ഞോളൂ കുഴപ്പമില്ല. അപ്പോഴേക്കും പുള്ളിക്കാരി സ്പീക്കറിലിട്ടു, ബിക്കോസ് ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ്ലി അയാൾ ഫസ്റ്റ് തിങ് പറയണത് അയാൾ എൻ്റെ ബൂബ്സിനെ പറ്റി ഉള്ള കമൻറ്റാണ് പറഞ്ഞത്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിവിടെ പറയുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അയാൾ പറഞ്ഞ കാര്യമാണ്, അതെനിക്ക് പറയാൻ നാണക്കേടൊന്നുമില്ല. ആര്യയുടെ മോല സൂപ്പറാണ്, ഇതാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഇത് സ്പീക്കറിലിടുമ്പോൾ എൻ്റെ കടയിലെ സ്റ്റാഫ് എല്ലാവരും ഞങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയത്. അപ്പോൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇതാ വന്നതെന്ന്. പെട്ടെന്നൊരു എന്താ പറയുക, നമ്മൾ എല്ലാവരും ഒറ്റയടിക്ക് ഞെട്ടിപ്പോയി, ഇതെന്താ ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ അങ്ങോട്ട് അവിടെ നിന്ന് കണ്ടിന്യൂസ്ലി ഇയാൾ എന്താ പറയുക, ഒരു ഫുൾ അശ്ലീല ചൊവ്വയുള്ള സംസാരം എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. അതായത് അയാൾ പറയുന്നത് മുഴുവനും അയാൾ പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ഷാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയുള്ള ഒരു ടോക്കാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, നിങ്ങൾ എൻകറേജ് ചെയ്തുകൊണ്ടല്ലേ അയാൾ ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്തതെന്ന് ചോദിച്ചു. ഇയാൾ ഈ ആദ്യത്തെ സാധനം പറയുന്നത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, അത് ആ വീഡിയോയിൽ ഇല്ല ഈ പറയും. ബിക്കോസ് ഞങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇതാണ് ഇയാൾ പറയുന്നതെന്ന്. ഇയാളിത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇനി ഇത് റെക്കോർഡ് ചെയ്യണം. ബിക്കോസ് എനിക്കറിയാം ഞാനിത് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഞാനിത് കേസായിട്ട് ചിലപ്പോൾ ഫയൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കാണിക്കാൻ പ്രൂഫ് വേണം ഇയാൾ ഇങ്ങനെയാണ് സംസാരിച്ചതെന്നുള്ളത്. അതിന് വി ഹാഡ് ടു ടോക്ക് ടു ഹിം. ഇപ്പം ഞാൻ അതിനു മുമ്പ് ഞാൻ എന്ത് പറഞ്ഞിരുന്നെങ്കിലും അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് പോവുമായിരുന്നു. ദാറ്റ് ഈസ് 100% ഷുവർ. അപ്പോൾ അതുകൊണ്ട് ആ കോൺവെർസേഷൻ ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഡീറ്റെയിൽ അയാളുടെ ഈഗോനെ ട്രിഗർ ചെയ്താൽ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അയാൾ ട്രിവാൻഡ്രം ബേസ്ഡ് ആണോ എന്ന് എനിക്ക് അറിയില്ല, കാരണം അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മുഴുവനും ട്രിവാൻഡ്രത്തല്ലേ, സ്ഥലം ട്രിവാൻഡ്രത്തല്ലേ, ഇങ്ങോട്ട് വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ, ട്രിവാൻഡ്രത്തേക്ക് വരൂ, ഞാനിവിടെ ഉണ്ട്, ഇങ്ങനെയുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ അതാണ് ഞങ്ങൾ തിരിച്ചു കുത്തിക്കൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ ഇയാളുടെ വായിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഒരു പോയിന്റ് ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇയാളിത് ഇങ്ങനെ തന്നെ ഡ്രാഗ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഒരു മെയിൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ, അവന് ഫോൺ കൊടുത്തു. അവൻ്റെ സൗണ്ട് കേട്ട ഉടനെ ഇയാൾ കട്ട് ചെയ്തിട്ട് പോയി. അയാൾ ഇനീഷ്യലി വിചാരിച്ചു ഞങ്ങൾ 2 പെൺകുട്ടികൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയിലായിരുന്നു അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു മെയിൽ വോയിസ് കേട്ട ഉടനെ അയാൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ട് പോയി. ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. അതെ, ഈ കൂടെയുള്ള സുഹൃത്ത് അത് കൈകാര്യം ചെയ്ത രീതി ഞാൻ കണ്ടായിരുന്നു. പല രീതിയിൽ അത് കൈകാര്യം ചെയ്യാം. ചിലരൊക്കെ വിചാരിക്കും ഇത് എൻകറേജ് ചെയ്യുന്ന രീതിയിലാണ്. അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണോ? ഇത്തരം ഒരുപാട് ആൾക്കാരെ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. ഫേസ് ചെയ്ത് കുറെ കഴിയുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇതിനെ ചവറായിട്ട് കാണലേ വഴിയുള്ളൂ എന്നുള്ളത്. പക്ഷെ ചിലർക്കൊക്കെ ഇത് ആദ്യത്തെ സംഭവമായിട്ട് അവർ കാണുന്നത് കൊണ്ട് ആരും ഇങ്ങനെയാണോ പ്രതികരിച്ചതെന്നൊക്കെ ചോദിക്കും. അത്തരക്കാരോടൊക്കെ പറയേണ്ടത് ശരിക്കും ഇത് ഇങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. ഒരു ഡോക്ടർ കപ്പിൾ വിളിച്ചിരുന്നു ഈ വീഡിയോ കണ്ടിട്ട്. അവർ ട്രിവാൻഡ്രം ബേസ്ഡ് ഒരു കപ്പിളാണ്, ഹസ്ബൻഡും വൈഫും ആണ്. അപ്പോൾ അതിൽ ഹസ്ബൻഡാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്, ഈ വീഡിയോ കണ്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ ആള് ചോദിച്ചത്, എടുത്ത വായിക്ക് ചോദിച്ച കേസ് എന്തായി, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഇയാളെ പറ്റി കിട്ടിയോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, നമ്മൾ ഫയൽ ചെയ്തിട്ടേ ഉള്ളൂ, എന്തായി എന്നുള്ളത് അറിയില്ല, നമുക്കൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല, ഇൻ്റർനെറ്റ് കോൾ ആണെന്ന് മാത്രമേ. അപ്പോൾ ആള് പറഞ്ഞു ഇയാളാണോ എന്നറിയില്ല, പക്ഷെ സൗണ്ട് കേട്ടിട്ട് ഇയാൾ തന്നെയാണ്, സംസാര രീതി കേട്ടിട്ട് ഇയാൾ തന്നെയാണെന്ന് തോന്നുന്നു. എൻ്റെ വൈഫിനെ നിരന്തരം ഫോണിൽ വിളിച്ചിട്ട് ഇയാൾ ഇതേ പരിപാടിയാണ്. അപ്പോൾ ഇവർ 2 പേരും ഡോക്ടേഴ്സാണ് അത്ര. അപ്പോൾ ഇവർക്ക് ഫസ്റ്റ് കോൾ വരുന്നത് ഇവരുടെ ഒഫീഷ്യൽ ക്ലിനിക്കിൻ്റെ നമ്പറിലേക്കാണ്. അത് ആക്ച്വലി ഹസ്ബൻഡിൻ്റെ നമ്പറാണ്. ഇയാൾക്ക് അത് അറിയില്ലായിരുന്നു, ഇയാൾ അത് എവിടെ നിന്നും എടുത്തതാ. എന്നിട്ട് വിളിച്ചിട്ട് പക്ഷെ ചോദിച്ചത് വൈഫിനെയാണ്, വൈഫിൻ്റെ പേര് ആണ് ചോദിച്ചത്. അപ്പോൾ കൊടുത്തു, പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, എന്തോ ഒരു കേസ് സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് തുടങ്ങുന്നു. അപ്പോൾ വൈഫിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് സംസാരിച്ച് തുടങ്ങി അവരൊരു ജസ്റ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇയാൾ നേരെ റൂട്ട് മാറ്റി ഞങ്ങളോട് സംസാരിച്ച പോലെ തന്നെ ഞാനിപ്പോൾ ഷാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതേ സെയിം സാധനം തന്നെയാണ് ഇയാൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിന് ഇമ്മീഡിയറ്റ്ലി ഫോൺ കൊടുത്തപ്പോഴേക്കും ഇയാൾ കട്ട് ചെയ്തിട്ട് പോയി. പക്ഷെ പിന്നീടും ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഒരു കോൾ റെക്കോർഡ് ചെയ്തതിൻ്റെ സെയിം വോയിസ് ആണോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ കേട്ടപ്പോൾ ഏതാണ്ട് എനിക്കും സെയിം പോലെ തന്നെയാണ് തോന്നിയത്. പക്ഷെ ആള് പറയുന്നു എൻ്റെ വൈഫിന് അത് ഭയങ്കര ട്രോമാറ്റിക് ആയിപ്പോയി. എല്ലാവരും, അതാ ഞാൻ പറഞ്ഞു, എല്ലാവരും ഇത് ഒരുപോലെ ഡീൽ ചെയ്യണമെന്നില്ല. ആള് പറയണു അവള്
ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ, ഒരു അൺഈസിനെസ്, അതുപോലെ ഇയാൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് കണ്ടിന്യൂസ്ലി ബ്ലോക്ക് ചെയ്താലും വേറെ നമ്പർ, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം അവർക്കതൊരു ഭയങ്കര ഒരു മാനസികമായി അവർക്കതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആള് വിളിച്ചിട്ട് ഞങ്ങളോട് സംസാരിച്ചു. അപ്പൊ അതാണ്, ഇത് ഓരോരുത്തരും പല രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്. ഈ ഡീലിംഗ് ആണ് ഒരുപക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്ക് കംഫർട്ടബിൾ ഈ ഡീലിംഗ് ആണ് എന്ന് വെച്ചാൽ, ഇതോ ഒരാള് നമ്മളെ വിളിച്ചിട്ട്, ഇതിപ്പോ ഞാൻ പറയുന്നു നമ്മളൊക്കെ ഓക്കെ, നമ്മൾ 33 വയസ്സുള്ള ആൾക്കാരൊക്കെയാണ്, അത്യാവശ്യം നമുക്കിത് എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് വളരെ യങ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വരെ ഫോണുള്ള കാലമാണ്. ഇതിൽ ഇയാൾക്ക് എവിടെ നിന്നാണ് നമ്പർ കിട്ടുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു കുഞ്ഞിൻ്റെ ഫോണിലേക്ക് കൂടി ഒരു 7th 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഞാനൊരു പെൺകുട്ടിയുടെ അമ്മയാണ്, ഞാൻ ആലോചിക്കും എൻ്റെ കൊച്ചിൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ, കുട്ടികളാണ് അവർ ചിലപ്പോൾ പേടിച്ചിട്ട് പറയുപോലും ഇല്ല നമ്മളടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ട്രോമയായി പോകുന്നു അവർക്ക്. ആൻഡ് ഇത് ചിലപ്പോൾ കുട്ടികളാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് ബ്ലാക്ക് മെയിലിങ്ങിലേക്ക് പോകാം. എങ്ങനെ ഇയാളിത് സംസാരിക്കും എന്നുള്ളതൊന്നും നമുക്കറിയാൻ പറ്റില്ല. സോ അതാണ് എൻ്റെ കൺസേൺ. പലരും ഇതിനെ കളിയാക്കുന്നുണ്ട്, അതിൻ്റെ താഴെ വന്നിട്ട് ഭയങ്കര മോശമായിട്ട് കമന്റ്സ് ഇടുന്നുണ്ട് എൻ്റെ വീഡിയോയുടെ താഴെ. ഇത് നിങ്ങളെ എൻകറേജ് ചെയ്തുകൊണ്ടാണ് അയാള് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്, അവിടെ തീർന്നു. കേസ് കൊടുക്കുമ്പോഴത്തേക്ക് അത് എല്ലാം ജസ്റ്റിഫൈഡ് ആകും. ഞരമ്പിന് വേണ്ടിയിട്ട് ഇത്രയും സമയം കൊടുക്കണ്ട നമ്മൾ, മറ്റു വിശേഷങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഹോൾ ഏഞ്ചൽസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആങ്കറിംഗിലേക്ക് ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത്, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കിട്ടുക എന്ന് പറയുന്നത് കൈരളി TV തുടങ്ങുന്നു. ആ ഹൈപ്പിന് ശേഷം ഒരുപക്ഷെ ബ്രേക്ക് ആയിട്ട് വരുന്നത് ഈ ബഡായി ബംഗ്ലാവാണ്. ബഡായി ബംഗ്ലാവിലാണ് സത്യത്തിൽ ആര്യയെ ആൾക്കാർ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ചില തരത്തിലുള്ള കൺഫ്യൂഷൻസ് ആൾക്കാർക്കുണ്ട്, എനിക്കുമുണ്ട്. കാരണം ആര്യയുടെ ക്യാരക്ടറായിട്ട് അതിനകത്ത് പിക്ചറൈസ് ചെയ്യുന്നത് ഒരു ഫിക്ഷനാണ്. പക്ഷേ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ആര്യയുടെ അച്ഛൻ, ആര്യ, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്നാണ് വിചാരിക്കുന്നത്. ഈ വിചാരം എപ്പോഴെങ്കിലും പുറകോട്ട് വലിച്ചിട്ടുണ്ടോ? ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ബിഗ് ബോസിന് പുറത്ത് വന്നപ്പോഴാണ്. ബിക്കോസ് ചേട്ടൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. പലരും വിചാരിച്ചു വെച്ചിരുന്നത് ബഡായി ബംഗ്ലാവിൽ കണ്ട ആര്യയാണ് ആര്യയുടെ റിയൽ ക്യാരക്ടർ എന്നുള്ളത്. അത് അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഷോ ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ഞാൻ ബിഗ് ബോസിൽ വരുമ്പോൾ പക്ഷേ അതല്ലല്ലോ, നമ്മൾ സ്ക്രിപ്റ്റഡ് അല്ല. ബഡായി ആര്യ ഒരു കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ക്യാരക്ടറാണ്. അത് സ്ക്രിപ്റ്റ് മാത്രം ഫോളോ ചെയ്തിരുന്ന ക്യാരക്ടറാണ്. പക്ഷെ ബിഗ് ബോസിൽ കണ്ടതാണ് ശരിക്കുമുള്ള ആര്യ. അപ്പൊ ആൾക്കാർ പക്ഷെ പ്രതീക്ഷിച്ചിരുന്നത് ബഡായി ബംഗ്ലാവിൽ കണ്ട ആര്യനെയാണ് ഞങ്ങൾ, ആ പൊട്ടി ആര്യനെയാണ് ഞങ്ങൾ ബിഗ് ബോസിൽ കാണാൻ പോകുന്നത്. അതിൽ നിന്നൊരു ഡീവിയേഷൻ, അതിൽ നിന്നൊരു ചേഞ്ച് ഓവർ കണ്ട ആൾക്കാർക്ക് 80% ആൾക്കാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് ഭയങ്കരമായിട്ട് ക്രിറ്റിസിസംസും സൈബർ അറ്റാക്സും ജഡ്ജ്മെന്റ്സും ഒക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത്. അതെനിക്കൊരു ഭയങ്കര മെന്റലി എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു ടൈം. അല്ലാതെ എനിക്ക് അതൊരു പ്രശ്നമായിട്ടേ തോന്നിയിട്ടില്ല. എന്നെ നേരിട്ട് ചിലപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ പറയും, ബഡായിൽ എന്തൊരു ബഹള സംസാരമാണ്, എന്തൊരു എനർജിയാണ്, ഇങ്ങനെ സംസാരിച്ച് തുള്ളിച്ചാടി നടക്കുന്ന ആളാ, ഇതെന്താ ഒന്നും മിണ്ടാണ്ട് നിൽക്കണേന്ന് പല പൊതുവേദികളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ പോകുമ്പം അമ്മമാരൊക്കെ വന്ന് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊന്നും ഞാനത് ഭയങ്കര ജോളിയായിട്ട് പറയാം, അത് സ്ക്രിപ്റ്റ് അല്ലേ, ആര്യല്ലേ, ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിടുമായിരുന്നു. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അത് മാനസികമായിട്ട് എന്നെ അത് എഫക്റ്റ് ചെയ്തു ഭയങ്കരമായിട്ട്. ഒരുപക്ഷെ ബഡായി ആര്യ എന്നറിയപ്പെടുന്നത് തന്നെ ആ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ നമുക്ക് കുഞ്ഞു വിഷമമൊക്കെ വരുമോ ഇതിനകത്ത്, അല്ലാതെ ആലോചിക്കുന്ന സമയത്ത്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വിഷമം വന്നിട്ടേ ഇല്ല. മേ ബി ഞാൻ അത്രയും ആ ഒരു ഷോനെയും എൻ്റെ ക്യാരക്ടറിനെയും ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കഥാപാത്രമായിരുന്നു അത് പ്രസന്റ് ചെയ്യാനാണെങ്കിലും. ഞാൻ ആ സ്റ്റേജിൽ കയറുമ്പം ബാധ കയറുന്ന പോലെയാണ്. അത് പുറത്ത് നിൽക്കുന്നവരെയും ഞാൻ വളരെ നോർമലായിരിക്കും. പക്ഷെ ആ സ്റ്റേജിൽ കയറുമ്പോൾ എൻ്റെ നടത്തം മാറും, എൻ്റെ പാട്ട് മാറും, എല്ലാം മാറും. ഇപ്പം ഞാൻ ചിലപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ ആ ബഡായിൽ നടക്കണ പോലെ നടന്ന് കാണിക്കുമോ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഞാൻ അവരോട് പറയോ ആ സ്റ്റേജിൽ പോയാലേ പറ്റുള്ളൂ എന്ന് പറയും. അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ക്യാരക്ടറിനോടും ആ ഷോനോടും ആ ഒരു പ്ലാറ്റ്ഫോമിനോടും ഉള്ള ഇഷ്ടം കൊണ്ടിട്ടായിരിക്കാം എനിക്ക് ഒരിടത്തും എനിക്കത് ഒരു വിഷമം വരുമോ അല്ലെങ്കിൽ എന്നെ ഇത്ര മണ്ടിയായിട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ ആൾക്കാർ എന്നെ ഇങ്ങനെ മണ്ടിയായിട്ട് കാണുന്നു
അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. നല്ലൊരു കാര്യമാണ്. ഈ ബഡായി ബംഗ്ലാവ് പോലൊരു പ്ലാറ്റ്ഫോമാണല്ലോ ഇത്രയും ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരുപാട് കാലം നമ്മളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യ പലതരത്തിലുള്ള ഘട്ടത്തിലേക്ക് പോയപ്പോഴും ഇപ്പോൾ ബിഗ് ബോസ് പോലെ വേറൊരു ഷോയിൽ പോയിട്ടും ഈ ബഡായി ആര്യ എന്ന് പറയുന്ന പേര് അങ്ങനെ തുടരുന്നുണ്ട്. ഒരു തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ കോമിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെയൊക്കെ പക്വതയാർന്ന യഥാർത്ഥത്തിലുള്ള സ്വഭാവം കൂടെ പ്രതിഫലിക്കുന്ന ചില ക്യാരക്ടേഴ്സൊക്കെ സിനിമയിൽ കിട്ടണമെന്ന് ആരും ആഗ്രഹിക്കില്ല. ഭയങ്കര ആഗ്രഹം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. പല ഇതുപോലുള്ള ഇന്റർവ്യൂ സെഷൻസിലൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ചെയ്യണം എന്നിഷ്ടമുള്ള ഒരു ക്യാരക്ടർ എന്താണ് എന്ന് എപ്പോഴും ചോദിക്കും. അല്ലെങ്കിൽ ഒരു ഡ്രീം ക്യാരക്ടർ. എനിക്ക് അങ്ങനെ ഒരു ഡ്രീം ക്യാരക്ടർ എന്നില്ല. എനിക്ക് കോമഡിയിൽ നിന്നും കുറച്ച് കോമഡി എനിക്കിഷ്ടമാണ്, ഇല്ല എന്നല്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു ടൈപ്പ് കാസ്റ്റ് ആയി പോയോ എന്ന് എനിക്ക് പലപ്പോഴും ഡൗട്ട് വരാറുണ്ട്. എനിക്ക് വരുന്ന റോൾസ് കൂടുതലും അങ്ങനത്തെയാണ്. എനിക്ക് വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമാണ്, നെഗറ്റീവ് വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയ കുറച്ച് റോ ആയിട്ടൊക്കെ വരുന്ന ക്യാരക്ടേഴ്സ്, മേക്കപ്പ് ഒന്നും ഇല്ലാണ്ടൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ അതായത് ആ പെർട്ടിക്കുലർ ക്യാരക്ടറിന് ആ കഥയിൽ എന്തെങ്കിലും ഒരു ഐ ഷുഡ് കോൺട്രിബ്യൂട്ട് ഇൻ ദാറ്റ് സ്റ്റോറി. അങ്ങനെ കുറച്ച് പവർഫുൾ ആയിട്ട്, അതിപ്പോൾ ഒരു സീനാണെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് കിട്ടും, അത് എഫക്റ്റീവ് ആവും. കാരണം ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ വേറൊരു ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ആൾക്കാരൊക്കെ ഞെട്ടിക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസരം വരട്ടെ എന്നാണ് ആഗ്രഹം. ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ബിഗ് ബോസിലേക്ക് പോകുന്നത് ജീവിതത്തിൽ പലതരത്തിലുള്ള ടേൺസ് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. ബിഗ് ബോസിലേക്ക് പോയത് തെറ്റായിരുന്നു എന്ന് ആര് എപ്പോഴും പറയുന്നത്. അതെന്തുകൊണ്ടാണ് ശരിക്കും ബിഗ് ബോസിലേക്ക് പോകണത്? ഈ ജീവിതത്തിൽ സംഭവിച്ച വ്യക്തിപരമായി സംഭവിച്ച കാര്യമാണോ, അതല്ലെങ്കിൽ ഷോയ്ക്ക് ഭാഗത്ത് സംഭവിച്ചിട്ട് നമ്മളൊരു അതിനുശേഷം ഇറങ്ങുമ്പോൾ നമുക്കുണ്ടായ ഒരു ഇമേജ് മാറ്റമാണോ? അല്ല, ബിഗ് ബോസിൽ പോയത് തെറ്റായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഐ ഡോണ്ട് റിഗ്രറ്റ് എനി ഓഫ് ദ ഡിസിഷൻസ് ഐ ഹാവ് മെയ്ഡ്. അതെൻ്റെ തീരുമാനം തന്നെയായിരുന്നു, പോകണം എന്നുള്ളതൊക്കെ എൻ്റെ തീരുമാനം. റിഗ്രറ്റ്സ് ഇല്ല എനിക്ക്. പക്ഷേ ഇനി ഒരിക്കൽ കൂടി പോകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പോവില്ല, ഇല്ല, അത് 100% പോവില്ല. എനിക്ക് ആ ഷോനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധന ഉണ്ടായിരുന്നു, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഹിന്ദി തൊട്ടിട്ടേ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ്, ഫസ്റ്റ് സീസൺ തൊട്ടിട്ടെ. അപ്പൊ എന്താണ് ഇത്, ഇത്രയും ദിവസം ആൾക്കാരെ ഇങ്ങനെ ഒരു ഇതിനകത്ത് പൂട്ടിയിടുക? ജനറലി ഇപ്പോൾ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് ഒരു ഡൗട്ടില്ലേ, ഇതിനകത്ത് എന്താണ് ശരിക്കും? നിങ്ങൾ എന്നെയൊക്കെ കാണുമ്പോൾ ചോദിക്കണം, ശരിക്കും നിങ്ങൾ എത്രയും ദിവസം പൂട്ടിയിട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഫോൺ തന്നിട്ടില്ലേ? നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്? ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതേ സംശയങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ, ഓക്കെ, അങ്ങനത്തെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ. പിന്നെ ഇറ്റ്സ് എ സോഷ്യൽ എക്സ്പെരിമെന്റ്. അപ്പൊ അതില് കൊണ്ടുവന്ന് തല വെക്കണം എന്നൊരാഗ്രഹം. നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുന്നതിനെ കാട്ടിലും സ്വന്തമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കണം എന്നുള്ള ഒരു ആർത്തി മൂത്തിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ സീസൺ 2 പോകുന്നത് തന്നെ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. 75 ദിവസം ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു. 75 ദിവസവും ഞാൻ വളരെ നല്ല ദിവസങ്ങളായിരുന്നു. എനിക്ക് ബിഗ് ബോസ് വീട് എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ടായതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ട്രോമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ വീട്ടിനകത്ത് ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. 75 ഡേയ്സും ജോളി ആയിട്ടാണ് പോയത്. പിന്നെ മെന്റൽ ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ ഒരു പുൾ ഡൗൺ ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെയാണ് കഴിഞ്ഞ 75 ദിവസമായിട്ട് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബോഡി ഗിവ് അപ്പ് ചെയ്യും ഒരു ടൈം കഴിയുമ്പോൾ. നമ്മൾ ഇത്രയും ഫിസിക്കലി എക്സോസ്റ്റഡ് ആവുകയാണ്, ഫിസിക്കൽ ടാസ്കുകൾ ഇത്രയും ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടിട്ടും നമുക്ക് ചെറിയൊരു ഡ്രെയിൻ ഔട്ട്, ഒരു ഡ്രോബാക്ക് വരും, ഇല്ല എന്നല്ല. പക്ഷെ അതിനെയും മറികടന്ന് 100 ദിവസം കടക്കുക എന്നുള്ളതാണ് ആ ഷോവിൻ്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത്. അതാണ് ആ ഷോ ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ പക്ഷെ കണ്ടുവരുമ്പോൾ അങ്ങനെയൊന്നുമല്ല, ഷോ ഒക്കെ മാറി, കളിയെല്ലാം ഇപ്പൊ പുറത്താ. അപ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് പോയത്. റിഗ്രറ്റ്സ് ഒന്നുമില്ല. പക്ഷെ ഇനി ഒരു പ്രാവശ്യം വിളിച്ചാൽ ഞാൻ പോയില്ല. ഈ ബിഗ് ബോസിന്റെ സമയത്താണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. ലവറാണ് ഒരു പക്ഷേ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതൊക്കെ. അത് ശരിക്കും അതിനകത്തൊരു പ്ലാനിങ് ഉണ്ടായിരുന്നോ? എനിക്ക് ഇന്നിപ്പോൾ അത് ചിന്തിക്കുമ്പോൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഈ ഷോയിൽ പോകാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ പുഷ് ചെയ്തതും ഒക്കെ അദ്ദേഹമായിരുന്നു. കാരണം ഞാൻ ഭയങ്കര ഡബിൾ മൈൻഡഡ് ആയിരുന്നു അപ്പോഴും. പോണോ. കാരണം കുഞ്ഞുണ്ട്, അച്ഛൻ മരിച്ചിട്ട് അധികം ആയിട്ടും ഇല്ല, 1 ഇയർ ഒക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ എനിക്കിതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കരമായ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എല്ലാ സപ്പോർട്ടും തന്ന് ഇൻഫാക്ട് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് വരെ ആളാണ്. അത്രയും സപ്പോർട്ടീവായിട്ട് നിന്ന ആളാണ്. അപ്പോൾ ഇന്ന് ഞാനത് ഞാനത് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ പറയുന്ന പോയിന്റ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വാസ് ഇറ്റ് എ പ്ലാൻഡ് തിങ്? അതായത് ഞാൻ അത്രയും ദിവസം അറിയാമല്ലോ, ഒരു കണക്ഷനും ഉണ്ടാവില്ല പുറം ലോകമായിട്ട്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് യൂസ് ചെയ്ത് ഡിറ്റാച്ച് ആയി പോവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ബട്ട് ഇറ്റ് കുഡ് ബി എ പോസിബിലിറ്റി. അങ്ങനെ ആവാനുള്ള സാധ്യതകളുണ്ട്, ഇല്ല എന്നല്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് കോള് വിളിക്കുന്ന സമയത്ത് എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കഥ ശരിക്കും ഫ്ലവേഴ്സിൽ ശ്രീകണ്ഠൻ സാറിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്ക് അത് ഓർത്തിട്ട് എനിക്കൊരു സങ്കടം തോന്നി. കാരണം എന്ന് വെച്ചാൽ ആ കോൾ ഒരാൾ ട്രൈ ചെയ്യുന്ന ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ട്രൈ ചെയ്യുമ്പോൾ എടുക്കുന്നില്ല എന്ന് പറയുന്ന സ്പേസിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അത് നമ്മൾക്ക് പലതരത്തിൽ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. ആ കോൾ അയാൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ശരിക്കും ആ സമയത്ത് ആ മൊമെൻറ്റ് ആ സമയങ്ങൾ എങ്ങനെയാണ് കടന്നുപോയെന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാണ് മനസ്സിൽ ചിന്തിച്ചു പോയത്? എന്തായിരുന്നു അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? ഞാൻ റോളർ കോസ്റ്ററിലായിരുന്നു ലിറ്ററലി. ബിക്കോസ് എനിക്ക് പുറത്ത് നടക്കുന്നത് എന്താണ് എന്നൊരു ഐഡിയ ഇല്ല. ഈ ഫോൺ കയ്യിൽ തരുന്നതിന് മുമ്പ് എൻ്റെ മോളിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയും ടീം ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വന്നിട്ട് ഞാൻ ബിഗ് ബോസിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾ വിജിത്തേട്ടൻ. അപ്പോൾ അദ്ദേഹം അന്ന് ഞങ്ങളുടെ സീസണിൽ ബിഗ് ബോസിൻ്റെ ടാസ്ക് മാനേജറാണ്. ഹീസ് ദ വൺ ഹൂസ് ഹാൻഡ്ലിങ് ദ ഹോൾ ഷോ. അപ്പം ഈ ബിഗ് ബോസിൽ കയറുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ പരിചയപ്പെട്ടു, അതെനിക്കറിയാവും. അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞു, പുറത്ത് എന്ത് വേണോ നടന്നോട്ടെ, ജസ്റ്റ് ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. ഇത് ഷോവിൻ്റെ ഭാഗമായിട്ട് മാത്രം കാണുക. ഇത് ആൾ പറഞ്ഞത് ഇതൊരു സീസണൽ സാധനമാണ്, കുറച്ച് കാലം കഴിയുമ്പോൾ ഇതങ്ങ് പൊക്കോളും. പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. സോഷ്യൽ മീഡിയ ഒന്നും അധികം കയറരുത്, ഒന്നും ഓപ്പൺ ചെയ്യരുത്. അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ പാനിക്കായി ചെറുതായിട്ട്. എന്താണ് അപ്പം അറിയില്ല എന്താണ് പുറത്ത്, ജസ്റ്റ് ഡോണ്ട് ബോദർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിജിത്തേട്ടനാണ് ഫസ്റ്റ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 2-3 പേര് എന്നോട് വന്ന് ഇതേ കാര്യം പറയുന്നു. അപ്പം എനിക്ക് എന്താ സംഭവം എന്ന് അറിയുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ ഫോണ് തരുന്നതും ഞാൻ ഈ വിളിക്കുന്നതും ആളെടുക്കാത്തതും. അപ്പം മൊത്തത്തിൽ ഐ പാനിക്ഡ്. എനിക്ക് നമ്മൾ ഈ ബ്ലാങ്ക് ആവുക എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നും അറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിപ്പോയി. ഫോൺ വിളിച്ചിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബൈ ഹാർട്ട് അറിയാവുന്ന ആളുടെ നമ്പർ മാത്രമേ ഉള്ളൂ. ആ നമ്പർ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഡയൽ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിനെ പോലും ഞാൻ വിളിച്ചില്ല. ആ നമ്പർ ഡയൽ ചെയ്തിട്ട് ഞാൻ വിളിക്കുന്നു, ആളെ എടുക്കുന്നില്ല. റിങ് പോകുന്നുണ്ട്, എടുക്കുന്നില്ല. അവസാനം പാനിക്കായിട്ട് ഞാൻ എൻ്റെ സിസ്റ്ററിനെയാണ് നെക്സ്റ്റ് വിളിക്കുന്നത്. ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ അവളോട് കാര്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ തിരിച്ചു വരികയാണ്, ഷോ വൈൻഡപ്പ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു ആള് എവിടെയാണ്, ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഷീസ് ആണോ എടുക്കുന്നില്ല, ഓക്കെ തിരക്കായിരിക്കും, ഞാൻ വിളിക്കാൻ പറയാം. അവളുടെ പറച്ചിലും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. there was something wrong in the way അവൾ എന്നെ അപ്സെറ്റ് ആക്കണ്ട എന്നുള്ള രീതിയിലാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഉറപ്പിച്ചു there is something terribly wrong എന്നുള്ളത് എനിക്കത് ഉറപ്പായി. പക്ഷെ പിന്നെ അങ്ങോട്ട് ഇറ്റ് വാസ് എന്താ പറയുക, ഭയങ്കര എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന്. ബ്ലാങ്ക് ആയിരുന്നു ഞാൻ. കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. എന്താണ്, വൈ ഡിഡ്ന്റ് ഹി പിക്ക് അപ്പ് ദ കോൾ. എന്നിട്ട് അപ്പം തന്നെ ഫോൺ ഞങ്ങൾ തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യണമായിരുന്നു. പിന്നെ എയർപോർട്ടിൽ പോകുന്ന സമയത്തെ അടുത്ത ദിവസം രാവിലെ ഫോൺ കിട്ടുള്ളൂ. അതുവരെയും ഞാൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിയിട്ടില്ല. വി വെർ ഓൾ സിറ്റിംഗ് ദെയർ. ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക്. അടുത്ത ദിവസം രാവിലെ ഈ ഫോൺ വീണ്ടും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്നത് ഈ നമ്പറിലേക്ക് തന്നെയാണ്. എന്നിട്ടും ഫോൺ എടുക്കുന്നില്ല. ഒരു 4-5 പ്രാവശ്യം ഞാൻ കണ്ടിന്യൂസ്ലി വിളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മേ ബി എൻ്റെ സിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ അതോ എൻ്റെ അസിസ്റ്റൻറ്റിനോട് ഞാൻ വിളിച്ച് പറഞ്ഞ പുള്ളിക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ എന്നറിയില്ല, തിരിച്ചെനിക്ക് ഇങ്ങോട്ടൊരു കോള് വന്നു. പക്ഷെ ആ കോള് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എന്നെ എയർപോർട്ടിൽ വിട്ട ആളോടല്ല. എന്ന് വെച്ചാൽ ആ ഒരു സ്നേഹമില്ല, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല. ഇറ്റ് വാസ് എ വെരി കോൾഡ് കോൺവെർസേഷൻ. ഞാൻ ജാൻ എന്നാണ് വിളിക്കണേ. ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കാൻ ട്രൈ ചെയ്യാണ്, ഞാൻ ഉറങ്ങുമായിരുന്നു. ഇതായിരുന്നു ആളുടെ ഫസ്റ്റ് റെസ്പോൺസ്.
ഇറ്റ് വാസ് ലൈക്ക് ഐസ് കോൾഡ് റെസ്പോൺസ്. പിന്നെ ആ കോൺവെർസേഷൻ വാസ് ഐസ് കോൾഡ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം തന്നെ സംതിങ് എന്തോ റോങ് ആണെന്നുള്ളത് മനസ്സിലായി. പക്ഷെ അത് എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബിക്കോസ് ഒരു കുഴപ്പമില്ലായിരുന്നു. ലാസ്റ്റ് തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്ന വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇൻഫാക്റ്റ് അത് കഴിഞ്ഞ് ചെന്നൈയിൽ എത്തിയിട്ട് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഞാൻ കാരവനിൽ ഇരുന്നിട്ട് വീഡിയോ കോൾ ചെയ്യുക. കയറുന്നതിന് തൊട്ട് മുന്നേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ടീമിന് ഹാൻഡ് ഓവർ ചെയ്യണം. അതിനു മുമ്പ് അവരൊരു 2 minutes തരും ഫാമിലിയിൽ വിളിച്ച് സംസാരിക്കാനായിട്ട് വീഡിയോ കോൾ. അപ്പോൾ ഞാൻ എൻ്റെ മോളോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കോൾ വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഇയാളെയാണ് വിളിക്കണേ. ആൻഡ് ഞാൻ ലാസ്റ്റ് ഇയാളോട് സംസാരിക്കുമ്പോൾ ഹീസ് ക്രൈങ്. ആള് കരയുമായിരുന്നു. ഞാൻ ഇനി ഇത്രയും ദിവസം കഴിഞ്ഞ് കാണാൻ പോവാ, ഇൽ മിസ് യു എന്നൊക്കെ പറഞ്ഞ് ഹീസ് ക്രൈങ്. അപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താ സംഭവിച്ചിട്ട്. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു 75 days എന്താണ് മാറിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഭയങ്കര ഒരു ട്രോമയായിരുന്നു എനിക്ക്. പിന്നെ അതൊരു ആ പെൺകുട്ടിയുടെ കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണോ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നത്? അതെ ഇത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെ ഞാൻ ഐ വാസ് ഡിപ്രസ്ഡ്. എന്താ പറയുക, ഭയങ്കര ഒരു അജിറ്റേറ്റഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല വാട്ട് വെന്റ് റോങ് എന്ന് വെച്ചാൽ ഞാൻ അത്രയും ഇൻവെസ്റ്റഡ് ആയിരുന്നു ഈ റിലേഷൻഷിപ്പ്. ആ സമയത്ത് കോവിഡും കൂടെ ആയിരുന്നു. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല. ആള് ദുബായിൽ, ഞാൻ എവിടെ ട്രിവാൻഡ്രത്ത്. നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഫോണിൽ വിളിച്ച ആൾക്ക് അവോയ്ഡ് ചെയ്യാൻ അപ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ഓഫീസിലാണ്, ഞാൻ മീറ്റിങ്ങിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു ഇതെന്താ സംഭവം എന്നുള്ളത്. പക്ഷെ ദൈവം സഹായിച്ച് ഞാൻ കണ്ടുപിടിച്ചു. അത് കറക്റ്റായിട്ട് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് തന്നു എന്നുള്ളതാണ്. അല്ല, ആ ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മളിത് കൃത്യമായ തെളിവുകൾ നമ്മുടെ ഇതിലേക്ക് എത്തുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു തരം ഒരു മാനസികാവസ്ഥയാണ്. അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലർക്ക് വാശിയായിരിക്കും, ചിലർ കരയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അത് കറക്റ്റ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ചെറിയ പ്രതികാര മനോഭാവമൊക്കെ നമുക്ക് ഉണ്ടാവും. ഇത് പലതരത്തിൽ വിമർശനമൊക്കെ വിധേയമാവും. നമ്മൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്, പ്രതികാരം ചെയ്യണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അതൊക്കെ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റാണ്, നമുക്കത് പറയാൻ പറ്റില്ല. ആ മൊമെൻറ്റിൽ ഓർത്തെടുക്കുകയാണെങ്കിൽ ആ മാനസികാവസ്ഥ, അതായത് നമ്മുടെ കയ്യിൽ ആ സാധനം കിട്ടിയെന്ന് തോന്നുന്നൊരു സാധനമില്ലേ, ഒരുപക്ഷെ ഈ കഥ പറയുമ്പോൾ ആര്യക്കത് കിട്ടുന്ന സമയത്ത് നമുക്കൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഒരു സിനിമ കാണും പോലെ നമ്മൾ ആ സാധനത്തിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആര്യ എന്താണ് അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അത് കിട്ടുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഹാപ്പിനെസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായിരുന്നു മാനസികാവസ്ഥ? എനിക്ക് വെടി വെച്ച് കൊല്ലണം എന്നുണ്ടായത് രണ്ടുപേരെ. സോറി, അത് തന്നെയായിരുന്നു എൻ്റെ ഇന്നും അതാണ് എൻ്റെ മാനസികാവസ്ഥ. I didn't want to break down. No, it's fine. Sorry. No, it's totally fine. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇത് പക്ഷെ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് പറയാം, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. അവർ ചിലപ്പോൾ ഇത് ചിലർ ഭയങ്കര നെഗറ്റീവായിട്ട് എടുക്കുമായിരിക്കും. പക്ഷെ ഞാൻ ജെനുവിൻ ആയിട്ടുള്ള ഫീലിംഗ് പറയാം, അതിന് സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. എനിക്ക് എന്താ അതിനകത്ത് അഭിപ്രായം പറയേണ്ടതെന്ന് അറിയാം. സോറി. അല്ല, ഞാനിപ്പോൾ പറഞ്ഞത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ ആരും ചിന്തിക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇതാ എന്നും പറഞ്ഞ് ഞാനൊന്നും ചെയ്യാനൊന്നും പോകണ്ട കേട്ടോ. ഐ നോ ദാറ്റ് അവർ കല്യാണം കഴിച്ചു, വളരെ ഹാപ്പി ആയിട്ട് ഇപ്പോൾ ജീവിക്കുകയാണ്. അങ്ങനെ തന്നെ പോകട്ടെ, അങ്ങനെ തന്നെ പോട്ടെ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അങ്ങനെ തന്നെ പോകട്ടെ. പക്ഷെ എനിക്ക് എന്തെങ്കിലും പറ്റിയെന്നുള്ളത്, അല്ല അവർക്ക് എന്തെങ്കിലും പറ്റിയെന്നുള്ളത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഐ ബി ജെന്യുവൻലി ഹാപ്പി. അറിയാം. ഇപ്പോൾ എങ്ങനെയാണ് എനിക്കിത് നേരിടേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ വിഷമത്തോടൊപ്പം നിൽക്കണമെന്നുണ്ട്. അത് പോട്ടെ, നമുക്കത് വിടാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി വരുന്ന ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു വേർഡ് പറയുന്നുണ്ടായിരുന്നു. ഈ ഗോസ്റ്റഡ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ആര്യ സംസാരിക്കുന്ന സമയത്ത് ആര്യ ഇതിനെക്കുറിച്ച് പഠിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇതിനെ ഡിഫൈൻ ചെയ്ത് പറയുന്നത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും. അപ്പോൾ ആര്യയ്ക്ക് കുറച്ചുകൂടെ മെച്യൂരിറ്റി ആയതുകൊണ്ട് കുറേ കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കുഞ്ഞു പ്രായത്തിലൊക്കെ പെടുന്നവരുണ്ട്. ഈ പെട്ടു പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരിക്കും. ഒരുപക്ഷെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നവരൊക്കെ ഇത് പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആര്യടുത്ത് ഞാൻ ഈ കഥയൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ആ ടേമൊക്കെ കണ്ടുപിടിക്കുന്നത് ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണോ, അതേ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നോളജ് ഉണ്ടോ? ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ബുക്കുകൾ വായിക്കുന്ന
ആളാണ്, ഫിക്ഷൻസ് ഇഷ്ടമുള്ള ആളാണ്, പ്രത്യേകിച്ച് റൊമാൻറ്റിക് ഫിക്ഷൻസ് വായിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഏതോ ഒരു വായിച്ചിട്ടുള്ള ഒരു ബുക്കിൽ വായിച്ചതാണ് ഈ ഗോസ്റ്റഡ് റിലേഷൻഷിപ്പ് എന്നുള്ള ടേം. പക്ഷേ ഞാൻ ഇത് ഞാനൊരു ഇന്റർവ്യൂലാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഗോസ്റ്റഡ് റിലേഷൻഷിപ്പ് അന്ന്. പക്ഷേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതും ആ ടേമും നമ്മൾ ശരിക്കും ശരിയല്ല എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയണേ, എനിക്ക് ഇതിന്റെ ടെക്നിക്കാലിറ്റി എനിക്ക് പറയാൻ അറിയില്ല. അപ്പൊ അവരന്ന് അതിന് വേറെന്തോ ഷീസ് ടോക്കിംഗ് അബൌട്ട് ഇങ്ങനെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ വേറൊരു പേര് അതിന് പറയുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം. അപ്പൊ ഗോസ്റ്റഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വേറൊരു സാധനവും ഞാൻ പറഞ്ഞത് വേറൊരു സാധനവും എന്നാണ് പലരും പറയുന്നത്. സോ ഐ തിങ്ക് ബേസിക്കലി ഗോസ്റ്റഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഡിസപ്പിയർ ആവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, കാരണങ്ങൾ ഒന്നും ഇല്ലാതെ ഒരു ഒറ്റയടിക്ക് ഒരു ഔട്ട് ഓഫ് ദ ബ്ലൂ മൂൺ ഒരാൾ റിലേഷൻഷിപ്പ് എന്ന് ബാക്ക് ഓഫ് ചെയ്ത് പോകുന്നതിനെയാണ് ഗോസ്റ്റിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എൻ്റെ കേസ് അതല്ലായിരുന്നു. അതാണ് പലരും എന്നെ കറക്റ്റ് ചെയ്തത്. അതല്ല അതിൻ്റെ ടേം അതല്ല, വേറെയാണെന്ന് മനസ്സിലായി. എൻ്റെ കേസിൽ ഹോപ്പ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒറ്റയടിക്ക് വേണമെങ്കിൽ ആൾക്ക് പറയാമായിരുന്നു, എനിക്കിത് ദിസ് ഇസ് ഓവർ, ഇത് പറ്റില്ല, ഞാൻ വേറൊരു റിലേഷൻഷിപ്പിലാണ്, അതുകൊണ്ട് ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആൾ പറയുന്നത്, ആരാ ഇതൊക്കെ പറയുന്നത്, ഹൂസ് ടെല്ലിങ് യു ഓൾ ദിസ്, യു നോ ഹൗ മച്ച് ഐ ലവ് യു, യു നോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ലൈഫ് ടുഗെദർ, ദാറ്റ് ഈസ് ഗിവിങ് ഹോപ്പ് ടു സംവൺ. ഞാൻ അപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ ചിന്തയായിരിക്കും. അത് വേറൊരു സാധനം, അത് ഗോസ്റ്റഡ് അല്ല എന്നാണ് കുറേ എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് അറിയായിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ദ തിങ്. അതാണ് ഗിവിങ് ഹോപ്പ് ഇൻ എ റിലേഷൻഷിപ്പ്. ആൻഡ് ഇതൊരു എന്താ പറയുക, ഒരു സാധനമാണ് ലൈക്ക് നമ്മളെ മെന്റലി പ്രഷറൈസ് ചെയ്യും. ആളുണ്ടോ ഉണ്ട്, പക്ഷേ അതൊരു പ്രോപ്പർലി ഒരു ജെന്യുവൻ സാധനമാണോ അറിയില്ല, ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം നമുക്കാണ് മെന്റൽ, നമ്മൾ ഭ്രാന്തായി പോകും. അങ്ങനെ അവസാനം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ ചോയ്സ്. നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ എത്ര കാലം ഇങ്ങനെ ജീവിക്കും. അപ്പോൾ ആ ഒരു സാച്ചുറേഷൻ പോയിന്റ് വരുമ്പോൾ ഒബ്വിയസ് ആണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും, നമ്മളൊരു ഡിസിഷൻ എടുക്കും അവസാനം, ഓക്കെ ദിസ് ഇസ് ഓവർ. അപ്പോൾ മിഷൻ അക്കംപ്ലിഷ്ഡ്. മനസ്സിലായി, ആളെന്ത് ഉദ്ദേശം നടന്നു. ഞാനാണോ ബ്രേക്കപ്പ് ചെയ്തത്? അതെ, ഞാനാ ബ്രേക്കപ്പ് ചെയ്തത്. അവർ ബുദ്ധിപരമായി ചെയ്യുന്നതാണെന്ന് അറിഞ്ഞൂടെ, പക്ഷെ നമുക്കത് ഭയങ്കര ട്രോമയാണ് ഉണ്ടാക്കുക. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരണമല്ലോ. എന്താ വെച്ചാൽ ഇത് കഴിയുമ്പോൾ നമുക്കൊരു ഊർജ്ജം കിട്ടും. അതായത് നമ്മൾ എന്തൊക്കെയായി, നമുക്ക് ചിലരോടൊക്കെ പറയാൻ പറ്റും, ഇതിങ്ങനെ മറികടക്കണം, ഇതിങ്ങനെ മറികടക്കാൻ പറ്റും. ചില കുട്ടികളൊക്കെ വന്ന് നമ്മൾ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ പറ്റും. അത് കുറച്ചുകൂടി അക്കാഡമിക്കലി കൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഉപദേശിക്കാൻ കഴിയും. അപ്പം നമ്മളൊരു ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ മുൻപേ നടന്ന ഒരാളായിട്ടോ ഒക്കെ നിൽക്കുന്ന സമയത്ത് ഒരു തരത്തിലൊരു പ്രൗഡ് തോന്നില്ലേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ? ഐ ആം വെരി പ്രൗഡ്. ഞാൻ അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് മറികടന്നു. ഇന്നും ഞാൻ ബ്രേക്ക് ഡൗൺ ആവാറ്. ഇപ്പോൾ ഐ ബ്രോക്ക് ഡൗൺ ഓഫ് കോഴ്സ്. ആ സാധനം അങ്ങനെ മൊത്തത്തിൽ വിട്ടു പോവില്ല. അത് പലരും പറയും അങ്ങനെയല്ല, യു ഹാവ് ടു ഗെറ്റ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് എവിടെയെങ്കിലുമൊക്കെ കിടക്കും. അത് ചിലപ്പം ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ ഇതുപോലെ നമ്മളത് ബ്രേക്ക് ഡൗൺ, പക്ഷെ അവിടെ നിൽക്കില്ല. ഇമ്മീഡിയറ്റ്ലി അത് കഴിഞ്ഞ് പോകും. വിൽ ക്രോസ് ഓവർ. ദാറ്റ് ഇസ് ദാറ്റ്. ഒരാളിപ്പോൾ വഴിയിൽ കിടന്നു എന്ന് വെച്ചാൽ തട്ടുന്നു എന്ന് നമ്മൾ അവിടെ തന്നെ നിൽക്കില്ല, കാലെടുത്ത് വെച്ച് അപ്പുറത്ത് പോകും. പോയേ പറ്റൂ. ദാറ്റ് ഇസ് ലൈഫ്. അത്ര എനിക്കും പറയാനുള്ളൂ. ആ ഒരു കിട്ടും, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, ഒരു എനർജി കിട്ടും. ആ എനർജി മുഴുവനും നമ്മൾ സ്വന്തം സെൽഫ് ലവിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണ്. ഇമ്പോർട്ടൻസ് എന്ന് മാത്രമല്ല, ഭയങ്കര ഒരു പവർഫുൾ ഹീലർ കൂടിയാണ് സെൽഫ് ലവ്. അത് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആര്യ എവിടെ പിടിച്ച് കയറി കറക്റ്റ് ഒരു പോയിന്റ് ഓർക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. there was this one point where I finally decided that, ഞാൻ പറഞ്ഞില്ലേ, ഓക്കെ ഇത് എനിക്ക് മനസ്സിലായി, ഇത് അയാളായിട്ട് ഇത് നിർത്തില്ല. അതെനിക്ക് മനസ്സിലായി. ഇത് ഞാനായിട്ട് നിർത്തണം എന്നുള്ളതാണ് ആളുടെ ആഗ്രഹം. സനി ഞാൻ തന്നെ ഒരു കോൾ എടുത്തു, ഓക്കെ എന്നാൽ പിന്നെ ആ ആഗ്രഹം കൂടി ഞാൻ തന്നെ സഹായിച്ചു കൊടുത്തേ. എനിക്കാണല്ലോ അയാളോട് സ്നേഹം, അയാൾക്ക് എന്ത് വേണോ ഐ വാസ് റെഡി ടു ഗിവ് ഇറ്റ്. ഞാനത് കൊടുത്തു. ഒരു പക്ഷെ ആര്യ ആ ഡിസിഷൻ എടുക്കുമ്പോഴായിരിക്കും ആര്യ മുമ്പേ നടന്നു തുടങ്ങിയത്. അങ്ങനെയാണല്ലോ നമ്മൾ മുമ്പേ നടക്കാൻ പറ്റുക. അവിടെ ആ പോയിന്റ് മുതൽ ആയിരിക്കുമല്ലേ നമ്മളെ തന്നെ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഓൺ മൈസെൽഫ്. എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ തുടങ്ങി, എന്നെ സ്നേഹിക്കാൻ തുടങ്ങി, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി,
എന്നെ ജെന്യുവൻ ആയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അത് തന്നെ മതി. അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സെറ്റാണ്. നമുക്ക് മനസ്സിലാവും, അത് ചെയ്യുന്ന ആൾക്കാർക്കേ അത് മനസ്സിലാവുള്ളൂ. സം പീപ്പിൾ ആർ സ്റ്റിൽ സ്റ്റക്ക്. ചിലർ ഇപ്പോഴും, ഞാനും ആ പോയിന്റിൽ സ്റ്റക്കായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പുറത്ത് വരണം എന്നുള്ള തീരുമാനം നമ്മൾ തന്നെ എടുക്കണം. വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ചില ആൾക്കാർ കൗൺസിലിങ്ങിന് പോവാറുണ്ട്. ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്തിനാ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലും ചിലപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിൽ നിന്ന് പുറത്ത് വരണോ എന്നുള്ള തീരുമാനം അത് കംപ്ലീറ്റ്ലി ഇറ്റ്സ് യുവേഴ്സ്. ദ മൊമെന്റ് യു ഡിസൈഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്, യു വിൽ സ്റ്റാർട്ട് ലവിങ് യുവർ ലൈഫ്. അവിടെ ചുറ്റും നിന്നവരിൽ സുഹൃത്തുക്കളുണ്ട്, പിന്നെ എക്സ് ഹസ്ബൻഡ് കൂടെ നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ ഒരു വ്യക്തിപരമായ റിലേഷൻഷിപ്പ് സൂക്ഷിക്കാൻ കഴിയുന്നത് ഒരു വിജയമാണ്, അങ്ങനെയല്ലേ കാണുന്നതിനെ? അതൊരു സുഖമുള്ള ഒരു പരിപാടിയാണ്. അതെ, അത് എന്താ പറയാ, എക്സ് ഹസ്ബൻഡിനെക്കാളും കൂടുതൽ ഹി ഹാസ് ബീൻ എ വെരി ഗുഡ് ഫ്രണ്ട്. ചെറുപ്പത്തിലെ പരിചയം, വളരെ ചെറുപ്പത്തിലെ പരിചയപ്പെട്ട അന്ന് തൊട്ട് ഹീസ് എ വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. നല്ലൊരു സുഹൃത്ത്, നല്ലൊരു മനുഷ്യനാണ്. അത് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എൻ്റെ മോളുടെ അച്ഛനാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഹി ഈസ് ദ ബയോളജിക്കൽ ഫാദർ, ഹി ഈസ് ദ ഫാദർ. അവള് അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ഞാൻ ആരുമല്ല. ഊമായി അവരുടെ അച്ഛനും മോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് സോൾലി അവർക്ക് അവകാശപ്പെട്ടതാണ്, അത് കൊടുത്തിരിക്കണം 100%. സോ അതിന് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ആളല്ല. ആൻഡ് മേ ബി അതുകൊണ്ടായിരിക്കാം ഇത് നല്ല, ഇറ്റ്സ് എ വെരി പ്രിറ്റി റിലേഷൻഷിപ്പ് വാട്ട് മീ, രോഹിത് ആൻഡ് ഖുഷി ഹാസ്. അതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു, ഞങ്ങൾ 3 പേരും ഫ്രണ്ട്സിനെ പോലെയാണ് ആക്ച്വലി സ്പീക്കിംഗ്. സോ അത് അങ്ങനെ തന്നെ ക്യാരി ഓവർ ചെയ്യാനാണ് എനിക്കിഷ്ടം. ആ പെൺകുട്ടി സുഹൃത്തായിരുന്നു, അയാളെ രണ്ടാമത് കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഒരുപക്ഷെ സിനിമാറ്റിക് ആണത്. ആ സിറ്റുവേഷനിൽ എങ്ങനെയായിരുന്നു ആര്യ പ്രതികരിച്ചത് അയാളോട്?